ഞാൻ പറയുന്നത്, കടം തിരിച്ചു കൊടുക്കാനുണ്ടായിരിക്കെ ആ കടം തിരിച്ചു കൊടുക്കാതെ ഇടക്കിടക്ക് ഒരു ചെറിയ ചെറിയ ഗിഫ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്താ ഇഷ്ടപ്പെടുന്നത്? എടോ, നിന്റെ ഗിഫ്റ്റ് ഒന്നും വേണ്ടില്ലായിരുന്നു, ആ കൊടുത്ത് വാങ്ങിച്ചു പോയ 1000 രൂപ അതങ്ങ് തന്നാ പോരെ. അതുകൊണ്ടാണ് നിസ്കാരം ഖളാ ആയിപ്പോയ ആളുകള് സുന്നത്ത് നിസ്കരിക്കുന്നത് അവർക്ക് ഹറാമായിരിക്കും എന്ന് പറയുന്നത്. അതിനർത്ഥം മനസ്സിലാക്കാണ്ട് പോവല്ലേ. ആ പറഞ്ഞതിന് അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹുവിന് നിർബന്ധമായി കൊടുക്കാനുള്ള ളുഹറും അശറും മഗ്രിബും ഇശാവും പ്രായപൂർത്തിയായ ഇടം മുതൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ഫർള്, അത് ഖളാ ഉള്ള ആള് ഒരു സുന്നത്ത് നിസ്കരിക്കാൻ ആൾക്ക് സമയമുണ്ടോ, ആ സുന്നത്തിനെ ഫർളായിട്ട് ഖളാ വീട്ടുക. 2 റക്അത്ത് നിസ്കരിക്കാൻ സമയമുണ്ട്, എന്നാൽ എന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ ഒരു സുബഹി ഞാൻ ഖളാ വീട്ടുന്നു. അല്ലാഹു അക്ബർ. ഇത് ഖളാ വീട്ടലാണ് ആവശ്യം, എന്തല്ല സുന്നത്ത് നിസ്കരിക്കലല്ല. ഇപ്പൊ തറാവി നിസ്കരിക്കാൻ ഇമാമിന്റെ കൂടെ തറാവി നിസ്കരിക്കുന്നു, 20 റക്അത്ത് നിസ്കരിക്കുന്നു. 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ മിനിമം 10 സുബഹി ഖളാ വീട്ടാം. ആള് നിസ്കരിക്കേണ്ടത് സുബഹി ഖളാ വീട്ടലാണ്, സുന്നത്തല്ല എന്ന് വിചാരിച്ച് എനിക്ക് നിസ്കാരം ഖളാ ഉള്ള ആളാണ്, അതുകൊണ്ട് എനിക്ക് സുന്നത്ത് ഹറാമ, ഞാൻ വീട്ടു പോവാൻ. അങ്ങനെയല്ല ഇതിനർത്ഥം. നിങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുണ്ടോ, ആരോഗ്യമുണ്ടോ, നിസ്കരിക്കാൻ സൗകര്യം തോന്നുന്നുണ്ടോ, ഫർള് ഖളാ വീട്ട്, സുന്നത്തല്ല ചെയ്യേണ്ടത്. എന്തുകൊണ്ട്? ബാധ്യത അവിടെ ബാക്കി വെച്ചിട്ട് നമ്മള് ബാധ്യതയില്ലാത്തതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിനിഷ്ടം ബാധ്യതകൾ നിറവേറ്റലാണ്. നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ അത് ഖളാ വീട്ടലാണ് വേണ്ടത്. നോമ്പ് ഖളാ വീട്ടാതെ സുന്നത്ത് നോമ്പ് തിങ്കളും വ്യാഴൊക്കെ നോക്കുന്നുണ്ട്. ഒരു നിയ്യത്തങ്ങ് വെച്ചാൽ മതി, എന്റെ കഴിഞ്ഞ റമദാനിൽ നഷ്ടപ്പെട്ടത് ഞാൻ അല്ലാഹുവേ നിനക്ക് വേണ്ടി ഞാൻ ഖളാ വീട്ടുകയാണ്. അത് ചെയ്യണം. നിർബന്ധമായതാണ് സുന്നത്തിനേക്കാൾ അല്ലാഹുവിനിഷ്ടം. ക്ലിയർ ആയല്ലോ? ചിലരെന്ത് മനസ്സിലാക്കുന്നറിയോ? നിസ്കാരം ഖളാ വീട്ടാനുണ്ട്, എനിക്കിനി സുന്നത്ത് പാടില്ല, എനിക്ക് ഹറാമ, ഞാൻ പോവാണ്. നീ പോവല്ല, അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാ? 2 റക്അത്ത് ഖളാ വീട്ടിക്കോ, സുബഹി ഖളാ വീട്ടിക്കോ. 4 റക്അത്ത് നിസ്കരിക്കാൻ സൗകര്യം ളുഹർ ഖളാ വീട്ട്. ഓരോ ളുഹറിന്റെ കൂടെ ഒരു ളുഹർ, അസറിന്റെ കൂടെ ഒരു അസർ. ചിലർ പറയും കഴിഞ്ഞില്ലേ, പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതൊന്നും ഒക്കെ വെറുതെ പറയാ. ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ചെയ്യേണ്ട ഈ പണി ചെയ്യാതെ 4 ദിവസം കഴിഞ്ഞു പോയി, ആ കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാര് വിടുവോ? നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഒഴിവാക്കി വിട്ടു. എന്നിട്ട് പിന്നെ പറയാം, ആരോ പറഞ്ഞു പിന്നെ ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണകളിൽ പെട്ടുപോകണ്ടേ, കുടുങ്ങിപ്പോകും, പാലത്തുമ്പോ കുടുങ്ങിപ്പോകും. ഒരു ബ്രിഡ്ജ് കടക്കാനുള്ള ആളുകളാണ് നമ്മള്, സിറാത്ത്. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി